ആദരണീയരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ 3 മിനിറ്റാണ് എനിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 മിനിറ്റ് പോലും വേണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ആദ്യം മുതൽ ഈ സമയം വരെ ഉള്ള സംസാരത്തിലൂടെ നമ്മൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. 3 പുസ്തകങ്ങളെക്കുറിച്ചാണെങ്കിൽ, അതുപോലെ തന്നെ ഇന്നത്തെ ആരാധനക്രമപരമായ പ്രശ്നങ്ങളുടെ സങ്കീർണതകളെക്കുറിച്ചൊക്കെ ആണെങ്കിലും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നമ്മുടെ കൃത്യമായിട്ട് പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭയുടെ കുർബാന ക്രമം, ആ കുർബാനയെക്കുറിച്ചുള്ള ആ പുസ്തകം മാത്രമാണ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ 1-ാമത്തെ വോളിയം ചർച്ച ചെയ്യുന്ന കാര്യം ആണ് എന്നോട് പരാമർശിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ തുടക്കം മുതൽ, കുർബാനയുടെ തുടക്കം മുതൽ അനാഫ്ര ആരംഭിക്കുന്നത് വരെയുള്ള സമയത്തെ ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഉള്ള വിശദങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഉള്ളടക്കത്തിൽ ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പുസ്തകത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പുസ്തകം മാത്രമല്ല, ആരാധനക്രമ സംബന്ധമായ പുസ്തകങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രാധാന്യം. നമ്മൾ സഭയിൽ ഏറ്റുപറയുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ നിയമമാണ്. പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിൻ്റെ നിയമം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനാരൂപമാണ് ലിറ്റർജി അല്ലെങ്കിൽ ആരാധനക്രമം. മറ്റു തരത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും സമൂഹപരമായ പ്രാർത്ഥനയും വേറെയുണ്ട്. എന്നാൽ സമൂഹപരവും ഔദ്യോഗികവും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും എല്ലാവർക്കും സ്വീകാര്യമാകേണ്ടതായ പ്രാർത്ഥനാരൂപമാണ് ആരാധനക്രമമെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നിയമമെങ്കിൽ ഈ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ന് പ്രകാശിപ്പിക്കപ്പെട്ടതായ പുസ്തകങ്ങൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനുപേക്ഷണീയമായ പുസ്തകങ്ങളാണ് എന്നുള്ള വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാവരുടെയും കയ്യിൽ ഈ പുസ്തകത്തിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിന് വലിയ നിഷ്ഠ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും കയ്യിലും, നമ്മൾ അറിയുന്ന മറ്റുള്ളവരുടെ കയ്യിലും ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഉറപ്പാക്കുവാനായിട്ട് നമ്മുടെ കഴിവനുസരിച്ച് പരിശ്രമിക്കാം. മറ്റൊരു കാര്യമുള്ളത്, വിശ്വാസ രഹസ്യങ്ങൾ. വിശ്വാസ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് വാക്കുകളും പ്രവൃത്തികളും ആഘോഷിക്കലാണ്. അപ്പോൾ വാക്കുകളും പ്രവൃത്തികളും ഈ കുർബാനയിലുള്ളത്, പ്രാർത്ഥനയിലുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് കുർബാനയെങ്കിൽ കുർബാനയിലെ ആ പ്രതീകങ്ങൾ, വാക്കുകളും പ്രവൃത്തികളും അത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ പോലുള്ളതായ കുർബാനയെക്കുറിച്ചുള്ളതായ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയുള്ളതായ പുസ്തകങ്ങളുടെ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, സീറോ മലബാർ സഭയെ സംബന്ധിച്ചാവുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഇതുതന്നെയായിട്ട് മാറുകയാണ്. 1990 പ്രസിദ്ധീകരിച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ 4-ാമത്തെ എഡിഷൻ എന്ന് പറഞ്ഞാൽ പരിഷ്കരിക്കപ്പെട്ട 4-ാമത്തെ എഡിഷനാണിത് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. അത് നമുക്ക് ലഭ്യമാക്കിയ മണ്ണൂരാമ്പറമ്പിൽ അച്ഛനെയും അതുപോലെ തന്നെ ജോസഫിനെയും ഈ സമയത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദിയോടെ അനുസ്മരിക്കാം. ക്രമസംബന്ധമായ ഇത്തരം പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ ആരാധനക്രമ സംബന്ധമായ വിവാദങ്ങൾ നടക്കുന്നതായ ഒരു കാലമാണ്. ഈ വിവാദങ്ങൾ നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു സമയത്ത് ഞാനൊരു വീഡിയോയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് ചില ഭാഗങ്ങളിൽ ഈ ആരാധനക്രമ സംബന്ധമായ മതബോധനം നടക്കുന്നില്ല. കാരണം ഞങ്ങൾ ചർച്ചയിലായിരുന്നു. ആ ചർച്ചയിൽ പറഞ്ഞത്, ഈ മതബോധനം ഇല്ലേ, നിങ്ങളുടെ രൂപതയിൽ മതബോധനം ഇല്ലേ എന്ന്. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളംകാരനാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ശരിയാണ്, മതബോധനപരമായ
ശക്തമായ പദ്ധതികൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ മതബോധനത്തിൽ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങൾ കാര്യമായിട്ടുണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ളതായിരിക്കും. അല്ലാതെ സമഗ്രമായ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതും സമഗ്രമായതും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതുമായ ഒരു മതബോധനം, ആരാധനക്രമ സംബന്ധമായ മതബോധനം വേണ്ടത്ര ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അഭാവമാണ് ഒരുപക്ഷെ ആരാധനക്രമ സംബന്ധമായ വിവാദങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞതായ മറ്റൊരു കാര്യം പ്രാദേശികതയുടെ അതിപ്രസരം അതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിവിടെയും ആവർത്തിക്കുന്നു. പക്ഷേ ഇവിടെ അത് പ്രസക്തമായൊരു അവസരമല്ലാത്തത് കൊണ്ട് അത് വികസിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് പ്രാദേശികത നല്ലതാണ്, എല്ലാവർക്കും എൻ്റെ നാട്, എൻ്റെ രൂപത, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ കുറച്ചുകൂടി വിശാലമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ആരാധനക്രമ സംബന്ധമായ കാര്യം. അപ്പോൾ അവിടെ ആ പ്രാദേശികത കൊണ്ടുവരുന്നത് പ്രയാസങ്ങൾ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മതബോധനപരമായ ഒരു രംഗത്ത് ലിറ്റർജിയുടെ ആരാധനക്രമത്തിൻ്റെ ആവശ്യകതയുണ്ട്. ശരിയായ ആരാധനക്രമത്തെക്കുറിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് മതബോധനത്തിൽ നൽകുവാൻ കഴിയണം. ആ ഒരു ആവശ്യം നിറവേറ്റാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ 3 പുസ്തകങ്ങൾക്കും വളരെയേറെ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ മതബോധനപരമായ അല്ലെങ്കിൽ ആരാധനക്രമ സംബന്ധമായ വിവാദങ്ങൾ പരിഹരിക്കാൻ തന്നെ ഈ പുസ്തകങ്ങൾക്ക് വളരെയേറെ ശക്തിയുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്ക് ഇതുപോലുള്ളതായ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിനൊക്കെയുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും മണ്ണൂരാൻ പറമ്പിൽ അച്ഛൻ നൽകിയിരിക്കുന്നതായ ഈ വലിയ സമ്മാനങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുവാനായിട്ട് ഇടയാകട്ടെ. അത് പ്രചരിപ്പിക്കുന്നതിനൊക്കെ അച്ഛൻ്റെ കൂടി ശിഷ്യനായ ജോസച്ചൻ നടത്തുന്നതായ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനും മണ്ണൂരാൻ പറമ്പിൽ അച്ഛൻ്റെ ഒന്നിച്ച സെമിനാറിൽ ഉണ്ടായിരുന്നവരാണെന്ന കാര്യം മറക്കുന്നില്ല. അച്ഛൻ 1ാമത്തെ ബാച്ചും ഞാൻ 4ാമത്തെ ബാച്ചുമാണ്. അപ്പോൾ ജോസച്ചനാണെങ്കിലും വടവാതൂർ സെമിനാരിൽ പഠിച്ചതിൻ്റെ എന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുകയുണ്ടായി. ഞാനും വടവാതൂർ സെമിനാരിയിൽ പഠിച്ചു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. പക്ഷേ വടവാതൂർ സെമിനാരിയിൽ പഠിച്ചു എന്നുള്ളത് സന്തോഷിക്കാൻ മാത്രമല്ല വകയുണ്ടാക്കുന്നത്. ചിലപ്പോൾ ഞങ്ങളുടെ അതിരൂപതയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ആരുടെയും കുറ്റമായിട്ട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതെല്ലാം പരിഹരിക്കപ്പെടുവാനായിട്ട് വലിയൊരളവിൽ ഇതുപോലുള്ളതായ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങൾ അത് മതബോധനത്തിൻ്റെ ഭാഗമായിട്ട് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇടവകകളിലും അതുപോലെ തന്നെ രൂപതകളിലും സ്വീകരിക്കപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി.